ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ അക്കാഡമിയിൽ ആദ്യമായി ട്രെയിനിങ്ങിന് വന്ന പെൺകുട്ടി നമ്മുടെ ഈ ശ്രദ്ധ ഇന്നിതാ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യുകയാണ്. ഈ രാജ്യത്തിന് തന്നെ ആദ്യത്തെ വനിതാ പൈലറ്റിന് എന്റെ സ്വന്തം പേരിലും ഓരോ കേഡറ്റിന്റെ പേരിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. കേഡറ്റ് ശ്രദ്ധ. സർ. Wish you good luck. Thank you, sir. So you are ready? Sir. Remember one thing. ഇത്രയും നാൾ ഫ്ലൈ ചെയ്യുമ്പോൾ കൂടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ തിരുത്താൻ ഒരാള്. ഇന്നിപ്പോൾ ശ്രദ്ധ ആദ്യമായി ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. Sir. Your flight is ready. Thank you, sir. Thank you very much. ശ്രദ്ധ. കൺഗ്രാജുലേഷൻ ശ്രദ്ധ. ഞാൻ രാവിലെ പള്ളിയിൽ പോയിരുന്നു. ശ്രദ്ധയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യല്ലേ. Thank you, Gigi. You're so loving. You care so much. താങ്ക് യു ശ്രദ്ധ. ഓൾ ദി ബെസ്റ്റ്. 044 clear to taxi for runway 23. Altimeter 1014 millibars. Enter runway 23 and line up. Kiran 044. Calling tower. Startup clearance. Taxi clearance. 044 clear for takeoff. Best of luck, Shraddha, on your solo sortie. Thank you, sir. This is fearful. Mayday, mayday. Engine failure. What? Engine failure? What's your height and position? Chopra, sir, call Wing Commander Zakir. Sir, I'm calling from the ATC. Flight carrier Shraddha has given a mayday call. Engine failure. What? What's the position now? About 9,000 feet, sir. Engine failure. Shraddha, what's your height now? Height 9,000 feet. All my controls are jammed, sir. I don't know what to do, sir. Hello, Shraddha. Can you hear me? What's your height? 7,000 feet, sir. Shraddha, can you hear me? Yes, sir. You eject before you get 3,000 feet. താഴെ ഒരു ടൗൺ കാണുന്നുണ്ട്, സർ. നിയന്ത്രണം വിട്ടാൽ വിമാന ടൗണിനെ അത് തരിപ്പണമാക്കും. Shraddha, you eject right now. എനിക്കത് സാധിക്കില്ല, സർ. നിയന്ത്രണം വിട്ടാൽ വിമാന ടൗണിനെ അത് തരിപ്പണമാക്കും, സർ. ജനങ്ങളെയും ആ ടൗണിനെ രക്ഷിച്ചേ പറ്റൂ, സർ. ഞാൻ ടേൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, സർ. You save yourself. Understand? Come on, eject right now. I can't do it. I can't do it, sir. I say you eject bloody bitch right now. I'm sorry, sir. എനിക്കാവില്ല. ഞാൻ ടൗൺ വിട്ട് ക്രാഷ് ലാൻഡ് ചെയ്യാൻ പോവാണ്. I'm coming in first landing.
Sabesh, prepare for an emergency landing. Safety officer. Safety officer, do you read me? There's an aircraft coming in for emergency landing. Wait, it could explode. Come fast. चलो चल चल लो Come on, into the ambulance. जल्दी करो. Cadets, please leave her alone. She needs rest. Please. Shraddha. How do you feel now? വല്ലാത്ത വേദന ദേഹമൊക്കെ അതിലും വേദന മനസ്സിന് ഞാൻ കാരണം എയർഫോഴ്സിനുണ്ടായ നഷ്ടം Silly girl. It was an accident. ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ച് ആലോചിക്കുന്നു? ഇല്ല സർ ഞാൻ എയർഫോഴ്സിനൊരു അപമാനമാണ് ഇന്ന് ആര് പറഞ്ഞു പാരച്യൂട്ട് വഴി സ്വയം രക്ഷപ്പെടാൻ എല്ലാ മാർഗങ്ങളും ഉണ്ടായിട്ടും അത് ചെയ്യാതെ ആ ടൗണിലെ ജനങ്ങളെ മുഴുവൻ രക്ഷിക്കാൻ ശ്രദ്ധ എടുത്ത റിസ്ക് ദാറ്റ്സ് ലൈക്ക് എ ബ്രേവ് ഗേൾ. സത്യത്തിൽ ശ്രദ്ധ ഞങ്ങളുടെ എല്ലാ അഭിമാനമാണ്. ഇത് മറ്റാര് പറഞ്ഞാലും എനിക്ക് തൃപ്തിയാവില്ല സർ. എനിക്ക് ട്രെയിനിങ് പൂർത്തിയാക്കാൻ സാധിക്കുമോ സർ? തീർച്ചയായിട്ടും. ഈ അക്കാദമി മുഴുവൻ ശ്രദ്ധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനമായി എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ പായാടി പെണ്ണിനെ സാറ് വെറുക്കരുത്. എന്നെ അനുഗ്രഹിക്കണം. It's always there, my dear. How is Shraddha? Will she come out of this all right? ബേൺസ് കുറച്ച് കൂടുതലാ. But I hope she'll come out. സ്ട്രോങ് വിൽ പവർ ഉള്ള പെണ്ണ. അവൾ ഈ അക്കാഡമിയിൽ ആദ്യം വന്ന് വരവും മറ്റും കണ്ടപ്പോ ഒരു നാഷണൽ വേസ്റ്റ് ആണെന്നാ ഞാൻ വിചാരിച്ചത്. But she proved that she's an asset. Let us pray for her speedy recovery. ഈശ്വർ, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്
റെഡ് അലർട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിനെ കുറിച്ച് താൻ എന്നൊരു സജഷൻ പറഞ്ഞല്ലേ? ചീഫ് വാണ്ട് സം ക്ലാരിഫിക്കേഷൻസ്. ഐ സെഡ് ഐ വിൽ സെൻഡ് യു. നാളെ തന്നെ ഡൽഹി പോകേണ്ടി വരും. സർ. गाड़ी रोक रोक पीछे करो पीछे That's an old contract. Her name was Lakshmi. She used to be a model before. Now she has quit. Can you tell me what she is doing after quitting? Not much. Perhaps Mr. M.S. Nair may be able to help you. She was staying with him as a paying guest. Can you get me his address? Sure. നാട് തൃശ്ശൂരിനടുത്ത് ചേർപ്പ്. ബട്ട് നൗ ഐ ആം ഓൾമോസ്റ്റ് എ ഡെലിയേറ്റ്. ഒരു ബ്യൂട്ടീഷ്യൻസ് കോഴ്സിന് വേണ്ടി ഡൽഹിയിൽ വന്ന ലക്ഷ്മിയെ മോഡലാകാൻ ആദ്യം നിർബന്ധിച്ചത് ഞാന്. അതൊരു തെറ്റായ തീരുമാനമായി പോയി എന്ന് പിന്നീട് തോന്നി. അതുമൂലം അവൾക്ക് സ്വന്തം അച്ഛനും അമ്മയും നാടും വീടും എല്ലാം നഷ്ടപ്പെട്ടു. കാരണം സമർത്ഥനായ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അലി മൻസൂർ, ആൻ ആർട്ട് സ്പെഷ്യലിസ്റ്റ്. ആദ്യത്തെ ചില കോൺട്രാക്ടുകൾ ഒഴിച്ച് അവളെ കൂടുതലും സ്പോൺസർ ചെയ്തത് അയാളായിരുന്നു. ദേ ഫ്ലറിഷ്ഡ്. ഒരുപക്ഷെ അതിന്റെ ഓബ്ലിഗേഷൻ ആയിരിക്കാം. ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. എനിത്തിങ് റോങ് മിസ്റ്റർ ഈശ്വർ? Nothing. വിവാഹത്തിന് ശേഷം ലക്ഷ്മി മോഡലിംഗ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഈ മൻസൂർ? ഒരു കാശ്മീരി മുസ്ലിം ആയിരുന്ന മൻസൂറിന് അവിടുത്തെ ചില ടെററിസ്റ്റ് ഗ്രൂപ്പുമായി ബന്ധമുണ്ടായിരുന്നു. ഹി വാസ് ആക്റ്റീവ് ഓൾസോ. പുവർ ചാപ്പ്. ശ്രീനഗറിൽ വെച്ചുണ്ടായ ഒരു പോലീസ് വെടിവെപ്പിൽ അയാൾ മരിച്ചു. ആ സംഭവത്തിന് ശേഷം ലക്ഷ്മിയെ ഞാൻ കണ്ടിട്ടേയില്ല. ഡൽഹി തന്നെ എവിടെയോ ഉണ്ടെന്നാണ് എന്റെ അറിവ്. താങ്ക് യു മിസ്റ്റർ നായർ. വെൽക്കം. ഇന്നത്തോടെ നിനക്ക് തന്ന അവസാനത്തെ അവധിയും തീർന്നിരിക്കുന്നു. എവിടെയാ ഡോക്യുമെന്റ്സ്? അതെടുക്കാൻ പറ്റില്ല. ആ സേഫിൽ അലാറം ഉണ്ട്. ഞാൻ ഒരിക്കൽ ശ്രമിച്ചു നോക്കിയതാ. സ്റ്റുപ്പിഡ്. അലാം മോണിറ്റർ കാണും. അത് ഓഫ് ചെയ്താൽ മതി. എന്നാലും എനിക്ക് അദ്ദേഹത്തെ വഞ്ചിക്കാനാവില്ല. പുതിയ ഒരുത്തിനെ കിട്ടിയപ്പോ പെറ്റ കുഞ്ഞിനെ നീ മറന്നു അല്ലേടി? അവസാനമായി പറയുവാണ്, നാളെ സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് ആ ഡോക്യുമെന്റ്സ് എല്ലാം എനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ നീ മറക്കേണ്ടി വരും എന്നേക്കുമായി. കുട്ടിക്ക് ന്യൂമോണിയ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഇതുവരെ മരുന്നൊന്നും കൊടുത്തിട്ടില്ല. എന്റെ മോള് ഈ നില തുടർന്നാൽ ഏറിയാൽ ഇനി 1 ദിവസം. അയ്യോ, എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. പ്ലീസ്, ഒന്ന് കണ്ടാ മതി. ഒരു പ്രാവശ്യം. കം വിത്ത് ദ ഡോക്യുമെന്റ്സ്. അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ ശവം പോലും നീ കാണില്ല. ഞാൻ വിടൂല, ഞാൻ വിടൂല. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. എന്റെ കുഞ്ഞിനെ കാണാതെ വിടൂല. ഡോക്യുമെന്റ്സുമായി നീ വരുന്നവരെ ഞങ്ങൾ ഈ പരിസരത്ത് തന്നെ കാണും. എന്റെ മോള്, എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. Come on, चलो जल्दी जल्दी करो.
ഊരും പേരും അറിയാത്ത നിന്നെ ഞാൻ വിശ്വസിച്ചു. ഈ വീടിന്റെ എന്റെ മനസ്സിന്റെ വാതിൽ പോലും ഞാൻ നിനക്ക് വേണ്ടി തുറന്നിട്ടു. എന്നിട്ട് നീ എന്നെ വഞ്ചിച്ചാൽ എനിക്ക് വിഷമമില്ല. ഞാനൊരു വ്യക്തി മാത്രമാണ്. പക്ഷേ നീ വഞ്ചിച്ചത് ഈ നാടിനെയാണ്. The soldier in me will never tolerate it. നിന്നെ പറ്റി എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യം പറ, എന്താ നിന്റെ ദൗത്യം? എത്ര ലക്ഷം രൂപ പ്രതിഫലം കിട്ടി ഈ നാടിനെ ഒറ്റിക്കൊടുത്തതിന്? പിന്നെ നിനക്കെന്താ ഈ ഡോക്യുമെന്റ്സ്? നിന്റെ മറ്റവനെ കൊന്ന് എന്റെ പ്രതികാരം തീർക്കാനോ? അല്ല, പിന്നെ എന്തിന് പറയടി വാതർന്നു? എന്റെ കുഞ്ഞിന് വേണ്ടി. അവര് ചോദിച്ച ഡോക്യുമെന്റ്സ് കൊടുത്തില്ലെങ്കിൽ അവരെന്റെ കുഞ്ഞിനെ. അവരാര്? മൻസൂറിന്റെ സംഘത്തിൽപ്പെട്ടവരാണോ? അതെ സർ. മൻസൂർ മരിച്ചതിന് ശേഷമാണ് അയാൾക്ക് അങ്ങനെ ഒരു സംഘടനയുമായി ബന്ധമുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത്. മൻസൂറിന്റെ മരണത്തിന് ശേഷം ഒരു ദിവസം മൻസൂറിന്റെ കൂട്ടുകാരനായ സലീം എന്നെ കാണാൻ വന്നു. സാറിന്റെ ഫോട്ടോ കാണിച്ചു. അവരാവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് സാറിന്റെ പക്കൽ നിന്നും കൈക്കലാക്കി ഞാൻ അവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നിട്ടും നീ എന്തുകൊണ്ട് സത്യം എന്നോട് തുറന്നു പറഞ്ഞില്ല? എന്നെ കുറിച്ച് നേരിയ സംശയം ഉണ്ടായാൽ പോലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗം എനിക്കില്ല സർ. എവിടെയാണ് നിന്റെ കുഞ്ഞ്? ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നിന്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കാം. സാധിക്കില്ല സർ. 10-50 പേര് നിറതൂക്കുമായി അവളുടെ ചുറ്റിലുണ്ട്. അങ്ങനെന്നല്ല, ആർക്കും അവളെ രക്ഷിക്കാനാവില്ല. അവൾക്ക് ന്യൂമോണിയാണ് സർ. ഇതുവരെ അവൾക്ക് മരുന്നൊന്നും അവര് കൊടുത്തിട്ടില്ല. ഭർത്താവ് മരിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നെ വേണ്ട. എന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് സർ. സർ, എനിക്കെന്റെ കുഞ്ഞിനെ രക്ഷിക്കണം സർ. അവളില്ലാതെ ഞാൻ ജീവിക്കില്ല സർ. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. ഏതമ്മയ്ക്കും തന്റെ കുഞ്ഞിന്റെ ജീവനേക്കാൾ വലുതായി യാതൊന്നുമില്ല. നിന്റെ സ്വാർത്ഥത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാനിതുവരെ എന്റെ മനസ്സൊരു സ്ത്രീയുമായി പങ്കുവച്ചിട്ടില്ല. ആദ്യമായി അങ്ങനെ ഒരു മോഹം തോന്നി. പക്ഷേ അവർക്ക് ആവശ്യമുള്ള എല്ലാം ഇതിലുണ്ട്. വെച്ചോളൂ.